സത്യം പറഞ്ഞ പാവപ്പെട്ടവന്റെ അവകാശമാണ് സക്കാത്ത് എന്നതും സക്കാത്ത് കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് നേട്ടങ്ങൾ നേടണമെന്നും ആളുകൾക്ക് അറിയത്തില്ല, തിരിച്ചറിവില്ല. അല്ല, സക്കാത്ത് കൊടുക്കുന്നതിലൂടെ എന്ന് പറഞ്ഞാൽ ദാനത്തിലൂടെയുള്ള നേട്ടം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾക്ക് മാത്രം അനുഭവവേദ്യമായ ഒരു കാര്യമൊന്നുമല്ല. അത് ലോകത്തെ ബിസിനസ് രാജാക്കന്മാരെല്ലാം തന്നെ ഇപ്പൊ ഇന്ത്യയില് അംബാനിയുടെയും അദാനിയുടെയും അല്ല, അതിന്റെയൊക്കെ സമ്പത്ത് വന്ന വഴി വളരെ അനീതി നിറഞ്ഞതാണ്. ലോകത്ത് മനുഷ്യർക്ക് എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തികവും എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും സന്നിവേശിപ്പിച്ചിട്ടാണ് പടച്ചോൻ ഈ ഭൂമിയെ സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാവർക്കും കേപ്പബിൾ ആണ്. ദിസ് എർത്ത് ഈസ് കേപ്പബിൾ ഫോർ ഓൾ ഹ്യൂമൻസ്, ഫോർ ഓൾ സ്പീഷീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പടച്ചോന്റെ എല്ലാ സൃഷ്ടികൾക്കും കേപ്പബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഭൂമിയെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷെ മനുഷ്യൻ ആ വിഭവങ്ങളെ മനുഷ്യന്റെ കരങ്ങളാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെ ഇൻജസ്റ്റിസ് കടന്നു, അവിടെ അനീതി കടന്നു. നീതി ഇല്ലാതെ അവൻ വിതരണം ചെയ്യാൻ തുടങ്ങി. അങ്ങനത്തെ വിതരണത്തിലൂടെ മാത്രമാണ് അത് സ്വാഭാവികമായിട്ടും വരുമെന്ന് പടച്ചോൻ അറിയുകയും ചെയ്യാം. കാരണം ഞാനല്ല ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. കാരണം പടച്ചോനെല്ലാം അസ്ബാബുകളെ വെച്ച് ചെയ്യുന്ന ആളാണ്, കാരണങ്ങളെ കൊണ്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ കാരണങ്ങളെ കൊണ്ട് ചെയ്യുന്ന അള്ളാഹു മനുഷ്യനെ വെച്ചിട്ടാണ് ഇവിടെ സമ്പത്തിന്റെ വിതരണം, എല്ലാത്തിന്റെയും വിതരണം. അവിടെ അനീതി കടന്നു വരുന്ന പറയും. ആ അനീതിയെ ഇല്ലാതാക്കാനാണ് സക്കാത്ത്. അനീതിയെ ഇല്ലാതാക്കാനാണ് സക്കാത്ത്. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയും ചെയ്തു, ഒരിക്കലും ഒരു മനുഷ്യന്റെയും സദഖ, ദാനം, സക്കാത്ത് അവന്റെ ധനത്തെ കുറയ്ക്കുകയില്ല, കൂട്ടുകയേ ഉള്ളൂ. വലിയൊരു സാമ്പത്തിക വാദമാണത്. നമുക്ക് മനസ്സിലാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൃഗവാദ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാകാത്തൊരു സാമ്പത്തിക വാദമാണ്. കാരണം കൊടുത്താൽ പൈസ കുറയും, കൊടുത്താൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ കുറയും, വാങ്ങിയാൽ പൈസ കൂടും. ഇതാണ് സാമ്പത്തിക ശാസ്ത്രം, ഏറ്റവും ബേസിക് ആയിട്ടുള്ള. ഇവന്മാരെന്നെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പൊട്ടത്തരം എന്നേ ബാക്കിയുള്ളവര് മനസ്സിലാവുള്ളൂ. പക്ഷെ കൊടുത്താൽ വർധനവേ ഉണ്ടാവൂ, വാങ്ങിയാൽ ചിലപ്പോ കുറയാനാണ് സാധ്യത എന്ന് പറയുന്ന ഒരു സാമ്പത്തിക സിദ്ധാന്തത്തെ പഠിപ്പിച്ചു തന്നിട്ട് പറയാണ്, വാങ്ങിയാൽ ഒരാളും കൊടുക്കുന്നത് കൊണ്ട് അവന്റെ സമ്പത്തിന് ഒരു കുറവും വരുന്നില്ല എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയും അതിന് കൃത്യമായി ഓരോ മുസ്ലിമിന്റെയും സക്കാത്ത് കൊടുക്കുന്ന മുസ്ലിങ്ങളൊന്നും ലോകത്ത് തളർന്നിട്ടില്ല. ഏതെങ്കിലും സക്കാത്ത് കൊടുത്തതിന്റെ പേരിൽ ഞാൻ തളർന്നു പോയി, എന്റെ ബിസിനസ് ഒക്കെ തകർന്നു പോയി എന്ന് പറയുന്ന ഏതെങ്കിലും ഇത്രയും കാലമായല്ലോ ഒരു മുസ്ലിമിനെ കാണിച്ചു തന്നാൽ നമുക്ക് ബാക്കി അപ്പൊ അവിടെ വെച്ച് ചർച്ച ആരംഭിക്കാം. ശരിയല്ലേ?